Hi friends, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ആംബിന്റെ കുറച്ച് റിവ്യൂ ഇട്ടുണ്ട്. ആംബ് സെല്ലിങ്ങിനായിട്ട്. അപ്പം നമ്മളെ സോണി സെല്ലായി, അതേപോലെ തന്നെ പൈനിയർ മാത്രം ഓൾറെഡി നമ്മളെ സ്റ്റോക്ക് ആയിട്ട് ഇപ്പോൾ ഇരിപ്പോൾ. അതായത് ആ ബ്ലോപ്പങ്കിന്റെ ആംപ്ലിഫയർ സെല്ലാണ്. അപ്പോൾ നമ്മൾ സ്വിഫ്റ്റിൽ കസ്റ്റമറിനാണ് വേണ്ടി. അപ്പോൾ പുള്ളി വണ്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വണ്ടിക്കകത്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ 1150 JBL സബും അതേപോലെ തന്നെ നമ്മൾ 400 വാട്ട്സിന്റെ നമ്മളെ ബ്ലോപ്പങ്കിന്റെ ആംപ്ലിഫയറുമാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. അതായത് വെച്ചാൽ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യണം. കാരണം നമ്മൾ യൂസർ പീസ് സെല്ലിനായിട്ട് നമ്മൾ സോണി 4 ചാനൽ ആംബ് സെല്ലായി, അതേപോലെ ബ്ലോപ്പാങ്ക് നമുക്ക് സെല്ലായിരുന്നു. ബ്ലോപ്പാങ്ക് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ സ്വിഫ്റ്റിലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മൾ വെക്കാൻ പോകുന്നത്. കാര്യം ഓൾറെഡി എനിക്ക് നേരത്തെ അതിനകത്ത് വയറിംഗ് കിറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പായി ഞാൻ സെറ്റ് ചെയ്താണ് വയറിംഗ് കിറ്റും കാര്യങ്ങളെല്ലാം. അപ്പോൾ അതിന്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സെല്ലിങ്ങിനകത്ത് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ പറയുന്നത് 400 വാട്ട്സ് ആണ്. നമുക്കത് 4 ഹോമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 60 RMS വെച്ചും അതേപോലെ തന്നെ നമുക്ക് അതായത് 4 ഹോമിലോട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് കണക്ട് ചെയ്യാൻ നേരത്ത് 60 RMS, 2 ഹോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നേരത്ത് 85 RMS ആണ് നമ്മുടെ ഈ ഒരു ആംപ്ലിഫയർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് 2 സ്പീക്കറിലോട്ടാണ് കേട്ടോ. ഒരു സ്പീക്കർ കൊടുക്കാൻ നേരത്ത് നമ്മൾ 2 ഹോമിലോട്ട് കൺവേർട്ട് ചെയ്യും. നോർമലായിട്ട് നമ്മൾ കമ്പൗണ്ട് സ്പീക്കർ ആണെങ്കിൽ നമ്മൾ 2 ഹോമിലോട്ട് കൺവേർട്ട് ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ നോർമൽ സ്പീക്കർ ആണെങ്കിൽ നമ്മൾ 4 ഹോമിലോട്ട് കൺവേർട്ട് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ബ്രിഡ്ജ് ചെയ്ത് കൊടുക്കാൻ 4 ഹോമിലോട്ട് എടുക്കാൻ നേരത്ത് നമുക്ക് കിട്ടുന്ന എത്രയാണ് 170 RMS ആണ് നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേസമയം തന്നെ നമ്മൾ 2 ഹോമിലോട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 220 RMS ആണ് നമ്മളെ ഈ ഒരു ആംപ്ലിഫയറിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു ആംപ്ലിഫയറിന്റെ മാക്സിമം പവർ ആണ് പറഞ്ഞത്. 400 വാട്ട്സിന്റെ ആംപ്ലിഫയർ ആണെങ്കിലും പിന്നെ ഒരുപാട് സ്പെസിഫിക്കേഷൻസ് ഈ ആംബിലുണ്ട്. അപ്പോൾ ഗെയിൻ കൂട്ടാനും അതേപോലെ തന്നെ ബാസ് കൂട്ടാനും അതേപോലെ തന്നെ നമുക്ക് ലോ പാസ് ഫിൽറ്റർ കൂട്ടാനായിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ഈ ആംബിനകത്തോട് പോലെ തന്നെ ഫ്രീ ഔട്ടും നമുക്ക് അഡീഷണൽ തരുന്ന ഒരു ആംപ്ലിഫയർ ആണ് നമ്മളെ ബ്ലോപ്പാങ്കിന്റെ ഈ ഒരു ആംപ്ലിഫയർ കണ്ടില്ലേ. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ സെല്ലിനായിട്ട് ഇട്ട വീഡിയോസ് ആണ്. അതേപോലെ തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് JBL 1150 വാട്ട്സിന്റെ JBL പഴയ ട്യൂബാണ്. ഏകദേശം 2014-13 കാലഘട്ടത്തിലുള്ള ഒരു സബ്വൂഫർ ട്യൂബാണ് ഞാൻ ഈ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1150 വാട്ട്സ് ആണ്. പക്ഷേ ഇതിന്റെ RMS എന്ന് വെച്ചാൽ 300 RMS ആണ് ഈ ഒരു സബ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നമ്മളെ ഇപ്പോഴത്തെ JBL 1200, 1300, 1400, 1500 ഒക്കെ വന്നിട്ട് 325 RMS ആണെങ്കിലും അന്ന് 1000 തൊട്ട് ഏകദേശം 1200 വരെ അടിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സബ്വൂഫറും 300 RMS ആണ് JBL പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ JBLന്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ട്യൂബായിട്ട് എല്ലാവരും എടുക്കാൻ ശ്രമിക്കുക. JBL അല്ല, ഈ ഒരു ഒട്ടുമിക്ക സബും ട്യൂബായിട്ട് എടുക്കാൻ നോക്കുക. കാര്യം ട്യൂബായിട്ട് എടുക്കുന്നതായിരിക്കും ക്വാളിറ്റി കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് അപ്പം തന്നെ അങ്ങനെ ചിന്തിക്കാം. കാര്യം സബ് സെപ്പറേറ്റ് മേടിക്കാൻ ഏകദേശം 4500-5000 രൂപ മാത്രമേ നമുക്ക് സബിന് വരത്തുള്ളൂ. പക്ഷേ JBLന്റെ ട്യൂബ് കൂടെ മേടിക്കാൻ നമുക്ക് 10 രൂപ അടിച്ച് റേറ്റ് വരും. അപ്പോൾ നിങ്ങളവിടെ ചിന്തിക്കുക, റേറ്റ് ഡിഫറൻസ് വരുന്നതിനും ക്വാളിറ്റി ആയിട്ട് ഡിഫറൻസ് ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഡ്യുവൽ കോയിനും വരും, അതേപോലെ നോർമൽ കോയിൻ സിംഗിൾ കോയിനും വരും. ഡ്യുവൽ കോയിൻ ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ ബൈക്കകത്ത് ഡ്യുവൽ കോയിൻ ആയിട്ട് പോകണം. അതായത് വോയിസ് കോളിംഗ് സിസ്റ്റംസ് ഒക്കെയാണ് നമ്മുടെ JBLനകത്ത് വരുന്നത്. അതേപോലെ തന്നെ 18 dB ഒക്കെയാണ് നമ്മളെ സെൻസിറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ ഈ ഒരു സബ് വൂഫറിന് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ എഫക്റ്റീവ് എത്രയുണ്ട് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഒരുപാട് പേര് നമ്മുടെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോസാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് കാർ സംബന്ധമായിട്ടുള്ള വീഡിയോസാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ ടെക്നിക് പരമായിട്ടുള്ള വീഡിയോസും നമ്മൾ ഇതിനകത്ത് ഒരുപാട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേർക്ക് നമ്മൾ കാര്യങ്ങളെല്ലാം വിളിച്ച് പറയുന്നുണ്ട്. വിളിക്കാൻ നേരത്തെ നമ്മൾ കാര്യങ്ങളെല്ലാം എടുത്തതിന് ശേഷം കോളും കാര്യങ്ങളും എടുത്തതിന് ശേഷം ഒരുപാട് ഡൗട്ടും കാര്യങ്ങളും പിന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കണ്ടില്ലേ നമ്മളെ JBL 1150 സബ്വൂഫർ നമ്മൾ ആ സ്വിഫ്റ്റിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്ക് ആ ബ്ലോപ്പങ്ക് ആംപ്ലിഫയർ കൂടെ എടുത്ത് സെറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതിൻ്റെ പരിപാടിയിലോട്ട് നമ്മൾ ഇനി പോകണം. അപ്പോൾ നമ്മൾ ഡിക്കും കാര്യങ്ങളെല്ലാം ക്ലോസ് ചെയ്യാണ്. അപ്പോൾ അതാ ബ്ലോപ്പങ്കിൻ്റെ ആംപ്ലിഫയർ ഞാൻ കണക്ട് ചെയ്ത് കേട്ടോ. ഇത് നമ്മൾ ആംബ് ഏകദേശം 10 കൊല്ലത്തോളം പഴക്കമുണ്ട്. നല്ല പഴക്കമുള്ള ആംബാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി ഒക്കെ ഒന്ന് അറിയാം. കാര്യം പുള്ളിക്ക് ഇത് മതി എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്ക് ഞാൻ ഈ സാധനം കൊടുത്തത്. പുള്ളി ഇവിടെ വന്നിട്ട് പൈനിയർ വെച്ചിട്ടും പുള്ളിക്ക് അങ്ങോട്ട് അതെന്നല്ല പുള്ളി ബ്ലോപ്പങ്ക് യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി പറഞ്ഞത്. ബ്ലോപ്പങ്ക് എൻ്റെ കാരണം എന്ന് വെച്ചാൽ ബ്ലോപ്പങ്കിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞില്ല. ഇതിനകത്ത് നമ്മൾ ബാസും അതേപോലെ ലോ പാസും അതേപോലെ ഹൈ ലെവൽ ഇൻപുട്ടും കാര്യങ്ങളെല്ലാം നമുക്കുണ്ട്. പോലെ തന്നെ പ്രീ ഔട്ടും ഉണ്ട്. പുള്ളിക്ക് വണ്ടിക്കകത്ത് 4 ചാനൽ ആമ്പൊക്കെ ആഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് പുള്ളി സ്പീക്കറിലോട്ട് മാത്രമായിട്ട് 4 ചാനൽ ആമ്പൊക്കെ സെറ്റ് ചെയ്യണമെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പം അങ്ങനെയാണ് പുള്ളി ഇത് എടുത്തത് പോലും. അപ്പോൾ അതാ കണ്ടല്ലേ, അത് ഞാൻ എല്ലാം കൊടുത്ത ക്ലിപ്പ് ഇട്ടാണ് അടിച്ചത്. അപ്പോൾ നമുക്ക് വലിച്ചാൽ പൊട്ടി വരുന്ന ടൈപ്പിലല്ല ചെയ്തിരിക്കുന്നത്. എല്ലാം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നല്ല വയറും കാര്യങ്ങളൊക്കെ ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് 10 സ്ക്വയറിൻ്റെ വയറൊക്കെ ഇട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. നമ്മളാ വീട്ടിൽ ചെയ്യുന്ന വയറിങ്ങിനൊക്കെ ചെയ്യുന്ന വയറില്ലേ 10 സ്ക്വയർ, ആ സെയിം വയർ ഇട്ടാണ് ഞാൻ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഓണാക്കി ഇതാ നമ്മുടെ പവർ ഓണാണ്. ഇതാ കണ്ടില്ലേ, പവർ ഓണാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പാട്ടിട്ട് നോക്കാം അതിനകത്ത് എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നുള്ളത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഫ്രണ്ട്സ് അതാ നമ്മൾ ബ്ലോപ്പങ്ക് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് NCN സോങ്സ് ഇട്ട് നോക്കാം. NCN സോങ്സ് എടുത്തിട്ടുണ്ട്. ഒരു പുതിയൊരു പാട്ട് ഇപ്പോൾ ഏകദേശം ഇട്ടിട്ട് ഒരു സോങ്സ് ഇട്ടിട്ട് ഏകദേശം 20 മണിക്കൂർ മാത്രമായിട്ടുള്ള സോങ്സ് ആണ് കേട്ടോ. ഒരു പുതിയൊരു സോങ് ആണ് വന്നിരിക്കുന്നത് NCN സോങ്സ് ആകുമ്പോൾ കോപ്പറൈറ്റ് ഒന്നും വരത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പാട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഇതിൻ്റെ ചില സോങ്സിലൊക്കെ നമുക്ക് കോപ്പറൈറ്റ് ആയി കിട്ടുന്നുണ്ട്. അപ്പോൾ അതാ ഒന്ന് ഓണിയാൻ കൂട്ടി നോക്കാം.
നമ്മള് ബ്ലോപാങ്കിന്റെ 400 വാട്ട്സിന്റെ ആംപ്ലിഫയർ ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത്. JBL 1150 നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ലൊരു എഫക്റ്റീവ് ഉണ്ട്. അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആക്കുന്നില്ല. നമുക്ക് ബാസും അതേപോലെ തന്നെ അതിന്റെ ലോ പാസും അതായത് നമുക്ക് ലോങ് കിട്ടുന്നതും അതേപോലെ ബാസും കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. മറ്റേ കാര്യം നമ്മൾ ഗെയിനകത്ത് സിംഗിൾ ബൈക്കകത്താണ് പറയുന്നത്. സിംഗിൾ ബൈക്കകത്ത് നമുക്ക് എല്ലാം ഒരുമിച്ചാണ്. ഇപ്പം ബാസ് ആയാലും നമുക്ക് ലോ പാസ് ആയാലും ഹൈ പാസ് ആയാലും എല്ലാം സിംഗിൾ ബൈക്കകത്താണ്. പക്ഷെ നമ്മൾ ബ്ലോപാങ്കിലോട്ട് വന്നാലും നമുക്ക് എല്ലാം സെപ്പറേറ്റ് ആണ്, നല്ല ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ബ്ലോപാങ്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ബ്ലോപാങ്കിന് വരുന്നുണ്ട്, JBL വരുന്നുണ്ട്, അതേപോലെ തന്നെ ഞാൻ പറയില്ല പൈനിയറിന്റെ GM സീരീസിനകത്ത് നമ്മൾ കഴിഞ്ഞ സീരിയസ് GM തന്നെയാണ്. പക്ഷെ GM സീരീസ് സ്റ്റാർട്ടിങ് തുടങ്ങാൻ നേരത്ത് ഇപ്പം മുടങ്ങിയ മോഡലിലാണ് തന്നെ നമുക്ക് ഗെയിനും അതേപോലെ ലോ പാസും ബാസ് ബൂസ്റ്റ് ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നത്. അല്ലെങ്കിൽ പഴയ JBLലൊക്കെ നമുക്ക് ഓൾറെഡി അതെല്ലാം വന്നിട്ടുണ്ട്. അതാണ് അന്ന് മുതൽ JBLന് ഭയങ്കര ഡിമാൻഡ് വരും. JBL ആൾക്കാർ എടുക്കുന്നതിന്റെ കാര്യം പോലും അതാണ്. കാര്യം എന്ന് വെച്ചാൽ ഒട്ടുമിക്ക ആൾക്കാർ ബാസ് കൂടുതൽ വേണം പറയുന്നത് JBL സെലക്ട് ചെയ്യും. ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് സോണിയാണ്. പിന്നെ മോണോ ബ്ലോക്ക് മാത്രമാണ് ഞാൻ JBL സെലക്ട് ചെയ്യുക. കാര്യം അത്ര ഹെവിയാണ് കേട്ടോ മോണോ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ കൊണ്ട് തീരുകയാണ്. അപ്പോൾ ഇതേപോലുള്ള വ്യത്യസ്തമായ വീഡിയോസ് ആണ് നമ്മൾ നടക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ നിലവിൽ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.